അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. ചിന്താരിയ മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, പല വിഷയങ്ങളെക്കുറിച്ച് ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ
ദൈവശക്തിയാൽ രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങളിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ഒരു മനസ്സിലുണ്ടാണ് പരിശുദ്ധാത്മാവ് സ്നാനപ്പെടാൻ വേണ്ടി വലിയ എളുപ്പ പണികളൊക്കെ ഉണ്ട്. ഇന്നു പോലാണെങ്കിൽ നിങ്ങൾ ഇവിടെപ്പടിക്കാർക്കാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്ന് പെയ്യും. നോക്കിക്കോ, പല ഒരു കാര്യമേ ആദിമസഭയിൽ തന്നെ ഇതിൻ്റെ വെളിപാടുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആ ജനങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ അപ്പോസ്തലന്മാരിങ്ങനെ ഭാഷാപരത്തെ സംസാരിച്ചില്ലേ. അപ്പോൾ ഇതുമേക്കാർ അതുപോലെ തന്നെ പേരയ, റോമാക്കാർ, അതുപോലെ തന്നെ എത്യോപ്യക്കാർ എല്ലാവരും അവരുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ജനങ്ങൾ പറഞ്ഞ് ഈ ആത്മാവിനെ കിട്ടാൻ ഞങ്ങൾക്ക് എന്താണ് ഒരു വഴി, ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ച്. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ പത്രോസ് പറഞ്ഞ് അവർക്ക് കിട്ടുമോ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. അപ്പോൾ ജനങ്ങൾ ചോദിച്ച് ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ പത്രോസിന് ഒരു ഉത്തരം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വരുന്നത് ഒന്ന് പശ്ചാത്താപത്തിലൂടെയാണ് അല്ലേ. ആ പശ്ചാത്താപത്തിലൂടെ ആണ് നമ്മുടെ വിശ്വാസം നമ്മൾ സഭയെ അറിയിക്കുകയും സഭ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർത്തുന്നതിൻ്റെയും വീണ്ടും വരുന്നതിൻ്റെയും അടയാളമാകുന്ന വെള്ളത്തിൽ നമ്മൾ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യും. ശരിക്കും വെള്ളം ഉണ്ടാകത്തില്ല, അവർ വിശ്വാസപൂർവ്വം ജ്ഞാനസ്നാനം, എന്തുമാത്രം ആൾക്കാർ വിശ്വാസത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവരെ അവരെ ജ്ഞാനസ്നാനപ്പെടുത്താനോ ആരുമില്ല. പക്ഷെ അവർക്ക് ക്രിസ്തുവാണ് രക്ഷകനെന്ന് ഉള്ളിലറിയാം. അവരത് വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് അവരതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിത്യരക്ഷ കർത്താവ് കൊടുക്കും. അത് കർത്താവിൻ്റെ കാര്യമാണ്, നമ്മളതിൻ്റെ തിരുവണ്ട കാര്യമില്ല. ദൈവം തീരുമാനിക്കട്ടെ. അതല്ലേ ഈശോ പറയണത്, നിങ്ങളിപ്പോൾ വിധിക്കേണ്ട, വിധിയല്ല മനുഷ്യപുത്രന്. അവർ രക്ഷിക്കപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തു നിന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. വിധി അതൊക്കെ പറയേണ്ടത് ആരാണ്? വിധിയല്ല. യോഹന്നാൻ 5:27 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവന് നൽകിയിരിക്കണം. കർത്താവ് അന്ത്യവിധി സമയത്ത് നിന്റെ വിശ്വാസ ജീവിതം കാരണം നീ കർത്താവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെന്ന് കർത്താവ് തീരുമാനിച്ചോളൂ. കർത്താവിന് വിടാം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ കൂടെ വേറൊരു സംഭവമുണ്ട്. എന്താ പറഞ്ഞത്? നിങ്ങൾ പശ്ചാത്തപിക്കാൻ പാപമോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം എടുക്കുന്നത് പരിശുദ്ധാത്മാവ് കിട്ടാനുള്ള ഒരു മാർഗമാണ്. രണ്ടാമത്തെ മാർഗം എന്താ? അപ്പോസ്തല പ്രവർത്തനം 2:38 പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ സ്നാനം സ്വീകരിക്കുവെന്ന് പറയുന്ന വാക്കില്ലേ, അതിൻ്റെ അകത്ത് ജലസ്നാനമുണ്ട്, അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ലേ പറഞ്ഞത്. ആ ദാനം ലഭിക്കാനുള്ള സ്നാനവുമുണ്ട്. എന്താണെന്നറിയാമോ? ഇത് പറയാൻ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നല്ലോ. അവരുടെ സാക്ഷ്യത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ അഡ്രസ്സ് ഇല്ലാത്ത, ബന്ധുക്കളെ സ്വന്തപ്പെട്ടൊരു ബൈസ്റ്റാൻഡർ ഇല്ലാത്ത കുറേ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി ഒരു വാർഡുണ്ട്. അവരെ നോക്കാനും ആരുമില്ല, തിരക്കാനും ആരുമില്ല, കൂടെ നിൽക്കാനും ആരുമില്ല. അപ്പോൾ ഇവരുടെ അടുത്ത് പോയി രശ്മി തോമസ് സംസാരിക്കും. അവർക്ക് ഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല, ഭക്ഷണത്തിന് അവിടെ കൊടുക്കാനുള്ള ഏജൻസിയും സംഘടനയൊക്കെ ഉണ്ട്. ഇവർ ചെയ്യണത് അവരോട് സംസാരിക്കും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ പരദേശിയായിരുന്നു. അപ്പോൾ ഒത്തിരി പരദേശികളുണ്ടാകത്തില്ലേ, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ അവരുടെ കർത്താവാണുള്ളത്.
അതുകൊണ്ട് രശ്മി തോമസ് അവരെ പോയി സന്ദർശിക്കുകയും അവിടെ കുശലങ്ങളും അവരുടെ കൂടെ ഇരുന്ന് ഓരോ വർത്തമാനമൊക്കെ പറയും. നമ്മുടെ സാന്നിധ്യം സംലഭമാക്കുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. കാരുണ്യപ്രവൃത്തിയുടെ എല്ലാ കാരുണ്യപ്രവൃത്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനത്തിൻ്റെ ഉറവകൾ നമ്മളിലേക്ക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഈ പെന്തക്കോസ്താ ദിവസത്തിന് ഒരുങ്ങുമ്പോൾ നീ ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് നിങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളിലെ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ലുക്ക 14:13. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുവിൻ. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ, അതാണ് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും. അപ്പം പകരം നൽകാൻ ഒന്നുമില്ല എന്നാണ് ഈശോ പറയണത്. പക്ഷേ പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ആണ് നമുക്ക് പകരം നൽകാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമുള്ളത്. എന്താണ്? പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ നൽകാൻ പറ്റും. അതാണല്ല, ഞാൻ രോഗിയായിരുന്നല്ലേ ഈശോ പറയണത്. അപ്പം നമ്മൾ ക്രിസ്തുവിനെ അല്ല അവരിലൂടെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കണ ക്രിസ്തുവിനെയാണല്ലോ. പകരം നൽകാൻ ഒന്നും ഇല്ലെന്നങ്ങോട്ട് അടച്ച് പറയാൻ പറ്റത്തില്ല. പകരം അവർക്ക് നമുക്ക് ക്രിസ്തുവിനെ തരാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ കോടാനുകൂടി നന്ദിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് മാർട്ടിൻ തോമസ്. ഞാൻ വയനാട്ടിൽ നിന്ന് വിമലഹൃദയപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 13/5/25 ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഉടമ്പടി ഞാൻ കഴിഞ്ഞ 21/3/26 പുതുക്കി. ഈ പുതുക്കിയപ്പോൾ എൻ്റെ അളിയനാണ് ജോസഫ്, മാരകമായ രോഗമുണ്ടായിരുന്നു. അതും കൂടി നിയോഗത്തിൽ വെച്ചിരുന്നു. ആ രോഗത്തെക്കുറിച്ച് ആ രോഗത്തിൽ നിന്നും അത്ഭുതകരമായ സൗഖ്യം കിട്ടിയതിനെക്കുറിച്ച് അളിയൻ ജോസഫ് ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ആ അത്ഭുത രോഗശാന്തിയെക്കുറിച്ച് ജോസഫ് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. എൻ്റെ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ മണ്ണിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാൻ അമ്മയെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും അമ്മയുടെ മകനും കോടാകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ് TD. ഞാൻ കർമ്മൽറാം മൗണ്ട് കാർമൽ ഫൊറോന ചർച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യയുടെ ഇളയ സഹോദരനാണ് മാർട്ടിൻ തോമസ്. ഈ വർഷം ഏപ്രിൽ 16 എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഡെങ്കുവും ടൈഫോയിഡും ഒന്നിച്ച് വന്നിരിക്കുന്നുവെന്ന് പോസിറ്റീവാണെന്ന് ടെസ്റ്റ് റിപ്പോർട്ട് വന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് ആദ്യം ഡെങ്കുവിന് ചികിത്സിക്കാം, അത് സുഖമായിട്ട് പിന്നെ ടൈഫോയിഡിന് ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡെങ്കുവിന് വേണ്ടി എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ടെസ്റ്റിൽ എൻ്റെ ഹീമോഗ്ലോബിൻ 8 ആയിരുന്നു. രണ്ടാമത് ചെയ്തപ്പോൾ അത് 7.5 മൂന്നാമത് ചെയ്തപ്പോൾ അത് 7 നാലാമത് ചെയ്തപ്പോൾ അത് 6.8 അപ്പോൾ ഡെങ്കു നെഗറ്റീവായി. അത് കഴിഞ്ഞ് ടൈഫോയിഡും നെഗറ്റീവായി. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, എൻ്റെ ഫാമിലി ഡോക്ടർ എൻ്റെ മോനോട് പറഞ്ഞു, ഡാഡിയുടെ ബ്ലഡിൽ ബാഡ് സെൽസ് 65% അതുകൊണ്ട് നമുക്കിതിന് വിശദമായൊരു പരിശോധന നടത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെൻറ്റ് ജോൺസ് മെഡിക്കൽ ഹോസ്പിറ്റൽ ബാംഗ്ലൂരിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു പ്രൊഫസറെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിറ്റായി. അവർ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ എനിക്ക് AML എന്ന് പറയുന്ന അസുഖമാണ്, അതായത് ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു വകുപ്പാണ്. ഇത് സ്റ്റേജ് കണക്കിനല്ല, ഇതിന് 3 ടൈപ്പാണ് ഇതുള്ളത്.
ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ടൈപ്പ് 2 ചികിത്സിച്ച് താമസമാകും, പക്ഷെങ്കിൽ സുഖമാകും. പക്ഷേ ടൈപ്പ് 3 ആണെങ്കിൽ യാതൊരു ചികിത്സയും ഇതിന് ഫലിക്കത്തില്ല. അതുകൊണ്ട് അവർ തീരുമാനിച്ചു എനിക്ക് മരുന്ന് തരാൻ തുടങ്ങാൻ പറഞ്ഞു. ഒരു 7 സൈക്കിൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു സൈക്കിളിൽ 7 ഇഞ്ചക്ഷനും 28 ഗുളികയുമാണ്. അപ്പോൾ ആദ്യത്തെ മാസത്തെ അത് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് തിങ്കളാഴ്ച ദിവസം രാവിലെ എൻ്റെ ചേട്ടൻ്റെ മകൻ ബാംഗ്ലൂരിലുണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരനാണ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജിയുടെ ഹെഡ്. അദ്ദേഹം ഇവർ രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു. അദ്ദേഹം എൻ്റെ ഫയൽ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ബ്ലഡ് ക്യാൻസറാണ്, ഇതിന് ചികിത്സയൊന്നുമില്ല, അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പുള്ളിയുടെ ഈ ധ്യാനഗുരുക്കന്മാർ കൊണ്ടുപോകുന്ന പോലെ പുള്ളിയുടെ കയ്യിലൊരു കുരിശുണ്ട്, അത് വെച്ചെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നല്ല മരണത്തിന് വേണ്ടി. അങ്ങനെ എന്നിട്ട് പോകാൻ നേരം പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതായിട്ട് അവരോട് പറയണ്ട, അവർ തന്നെ വന്ന് നിങ്ങൾക്ക് എല്ലാം വിശദീകരിച്ച് തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ഡോക്ടർ വന്ന് പറഞ്ഞത്, നമുക്ക് ഇന്ന് തന്നെ ചികിത്സ തുടങ്ങാം. 7 ഇഞ്ചക്ഷനും 28 ഗുളികകളും. അങ്ങനെ അപ്പോൾ ഇതാണ് സ്ഥിതി എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വികാരിയച്ഛനെ വിളിച്ചു. എൻ്റെ ആദ്യത്തെ വികാരിയച്ഛൻ, ഞങ്ങളുടെ ബാംഗ്ലൂരിലെ പള്ളി പണിയിച്ച് തന്ന ഒരു അച്ഛനുണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയറായിട്ട് ഇവിടെ പാലായിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇതാണ് എൻ്റെ സ്ഥിതി, ഞാൻ സെൻറ്റ് ജോൺസിൽ അഡ്മിറ്റാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ അച്ഛൻ വന്ന് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണം. അച്ഛനായിരിക്കണം വീട്ടിലും പള്ളിയിലും സെമിത്തേരിയിലും എൻ്റെ മുഖ്യ കാർമ്മികനായിട്ട് എൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തണം. അപ്പോൾ എടുത്ത വായിൽ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ അതിന് നീ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞല്ലേ മരിക്കത്തുള്ളൂ, എന്നാലും ഞാൻ വന്നെല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ അളിയനെ വിളിച്ചു. അപ്പോൾ അളിയൻ പറഞ്ഞു, നിങ്ങൾക്ക് കയറ്റുന്ന മരുന്നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു. പുള്ളി ഈ രോഗത്തെക്കുറിച്ച് ഭയങ്കര റിസർച്ചൊക്കെ നടത്തിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് വളരെ മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. അപ്പോൾ എന്നാ ഡിസ്ചാർജ് ആകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച വൈകിട്ട് തന്നെ അളിയൻ ബാംഗ്ലൂരിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് വെള്ളിയാഴ്ച തന്നെ കൃപാസനത്തിലേക്ക് പോകാം, അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്, കൂട്ടിക്കൊണ്ട് പോകാൻ. അപ്പോൾ എൻ്റെ മോനോട് പറഞ്ഞു, ഡാഡി ഈ മാസം ഒരുപാട് അവധി എടുത്തതല്ലേ, ഈ വെള്ളിയാഴ്ച ഇനി അവധി എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അളിയനോട് പറഞ്ഞു, അളിയ, അപ്പോൾ അളിയൻ വന്നപ്പോൾ തന്നെ, എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ കൃപാസനത്തിൽ നിന്നുള്ള വെഞ്ചരിച്ച തൈലം കൊണ്ടുവന്നിരുന്നു. അതെൻ്റെ നെറ്റിയിൽ പുരട്ടി ഒരു തുള്ളി കുടിക്കാൻ തന്നു, തേൻ വായിലൊഴിച്ച് തന്നു. അങ്ങനെ അന്ന് മുതൽ ഭക്ഷണത്തിന് മുമ്പ് ഉപ്പ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അളിയനോട് പറഞ്ഞു, ഈ ആഴ്ച പറ്റത്തില്ല, അപ്പോൾ അളിയൻ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിറ്റത്തെ വെള്ളിയാഴ്ച, അതായത് 10-ാം തീയതി, ഈ മാസം 10-ാം തീയതി വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരു വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. അപ്പം മോൻ വന്ന് പറഞ്ഞു, ഡാഡി അടുത്ത വെള്ളിയാഴ്ച പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അളിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയ, അവൻ പറയുന്ന ഈ ആഴ്ചയിലും പറ്റത്തില്ല, നമുക്ക് മെയ് മാസത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ പറഞ്ഞു, നിങ്ങൾക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല, ഞാൻ അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ മോനുമായിട്ട് 4 മിനിറ്റ് സംസാരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മോൻ താഴെ വന്നിട്ട് പറഞ്ഞു, ഡാഡി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച തന്നെ പോകാം. ഞങ്ങൾ 10-ാം തീയതി ഞങ്ങളിവിടെ വന്നു. 10-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഞങ്ങളിവിടെ എത്തിച്ചേർന്നു. ഈ കോമ്പൗണ്ടിലേക്ക് കയറിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കോമ്പൗണ്ടിലേക്ക് തന്നെ കയറിയത്. അത് തന്നെ ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു, ദിവ്യബലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തു. ഉടമ്പടി കഴിഞ്ഞ് ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ അച്ഛനെ കാണാനുള്ള സൗകര്യമില്ല. പക്ഷേങ്കിൽ എനിക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നു, അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, നെറ്റിയിൽ തൈലം പൂശി, ഒരു കാശ് രൂപം തന്നു. അങ്ങനെ മുറിയിൽ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. വൈകിട്ട് മുറിയിലേക്ക് ഞങ്ങൾ മേളത്തെ മുറിയിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു കണക്കിന് കയറി. പക്ഷെ ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് തന്നെ തോന്നി എൻ്റെ സകല അസുഖങ്ങളും മാറി, ഞാൻ ഫുൾ ഫ്രഷായി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ
ഞായറാഴ്ച രാവിലെ അർത്തങ്കൽ പള്ളി പോയി രാവിലത്തെ ബലി സംബന്ധിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. അപ്പോൾ തിങ്കളാഴ്ച അഡ്മിറ്റാകാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ തിങ്കളാഴ്ച ഞങ്ങൾ സെൻറ്റ് ജോൺസിൽ ചെന്ന് അഡ്മിറ്റായപ്പം 3 സൈക്കിൾ കഴിഞ്ഞിട്ട് ബോൺമാരോ ചെയ്യാമെന്നുള്ളതെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഞാൻ അഡ്മിറ്റായ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബോൺമാരോ എടുത്ത് നോക്കാം, എന്നിട്ട് നമ്മൾ മുമ്പോട്ടുള്ള ചികിത്സയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ബോൺമാരോ എടുത്തു. ചൊവ്വാഴ്ചയായി, ബുധനാഴ്ചയായി, ഇവരൊന്നും എന്നോട് പറയുന്നില്ല. ബുധനാഴ്ച എൻ്റെ റെസിഡൻറ്റ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷേ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളുടെ പ്രൊഫസർ, നിങ്ങൾ കാണുന്ന പ്രൊഫസറില്ലേ, പുള്ളി വന്നിട്ട് നിങ്ങളോട് വ്യാഴാഴ്ച 3 മണിക്ക് റിപ്പോർട്ട് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യാഴാഴ്ച 3 മണിക്ക് ഡോക്ടർ ചൈതന്യ വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു പേഷ്യൻറ്റിനെ കണ്ടിട്ടില്ല. ഒരു സൈക്കിളിന് ശേഷം ലോകത്തിൽ ഒരു രോഗിക്കും ഇങ്ങനെ ഒരു ബ്ലഡിൽ വ്യത്യാസം വരത്തില്ല. പക്ഷെ നിങ്ങളുടെ ബ്ലഡിൽ 1% ബാഡ് സെൽസാണ്. 65% ബാഡ് സെൽസ് ഉണ്ടായിരുന്ന എൻ്റെ ബ്ലഡിൽ ഒരു ബാഡ് സെൽസും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ, ഞങ്ങൾ വെള്ളിയാഴ്ച കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ അച്ഛൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു മിറാക്കിളാണ്, ദൈവത്തിനല്ലാതെ ആർക്കും ഇത് സുഖപ്പെടുത്താൻ പറ്റത്തില്ല, ഇത് ദൈവം നിങ്ങളോട് ചെയ്ത ഒരു വലിയ അനുഗ്രഹമാണ്. ഡോക്ടർ അത് പുള്ളി അപ്പം തന്നെ പറഞ്ഞു എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. ഒരു 3-4 സൈക്കിൾ കഴിഞ്ഞിട്ട് ഈ ബ്ലഡിലെ ബാഡ് സെൽസിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരത്തുള്ളൂ. പക്ഷേ ഇത് ഒരു സൈക്കിൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബാഡ് സെല്ലും ഇല്ലാതെ എൻ്റെ അമ്മയും തിരുക്കുമാരനും കൂടി എനിക്ക് സൗഖ്യം നൽകി. അപ്പോൾ അടുത്ത സ്റ്റേജുകളെക്കുറിച്ചൊന്നും ഡോക്ടർ പറഞ്ഞില്ല, കാരണം അദ്ദേഹം UK പോയിരിക്കുകയാണ്, ഇനി 30-ാം തീയതി വരത്തുള്ളൂ. പക്ഷേ അല്ല, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ മരുന്നെടുക്കുമ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് 7 സൈഡ് എഫക്റ്റുകളോളം വരും, അത് വരും. പക്ഷേ എനിക്ക് ഒരു സൈഡ് എഫക്റ്റും വന്നില്ല, കാരണം ഞാൻ കൃപാസനത്തിലെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നു, തൈലം ഉപയോഗിച്ചുകൊണ്ടിരുന്നു, തേൻ കുടിച്ചുകൊണ്ടിരുന്നു, ഉപ്പ് കുടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടായില്ല. ഡോക്ടർമാർക്ക് തന്നെ അതിശയമാണ് ഇതെന്താ ഈ മനുഷ്യന് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല എന്ന്. അങ്ങനെ ദൈവവും തിരുക്കുമാരനും കൂടി തന്ന ഈ സൗഖ്യത്തിന് ഞാനൊരു 1000 കോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഈ 4 ദിവസവും ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറേ കൃപാസനം പേപ്പർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം എൻ്റെ അളിയനാണ് ബാംഗ്ലൂരിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, കാരണം ഞാൻ അഡ്മിറ്റല്ലേ. അപ്പോൾ ഇനിയും ഞാൻ തീരുമാനിച്ചു ഈ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ച് ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം. അപ്പോൾ എന്നെ ആദ്യം കണ്ട് ബ്ലഡ് ക്യാൻസറാന്ന് പറഞ്ഞ ഡോക്ടർ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും മെസ്സേജ് അയച്ചു, ഇതൊരു മിറാക്കിളാണ്, അല്ലെങ്കിൽ ഈ അസുഖം ഒരിക്കലും മാറേണ്ട അസുഖമല്ല. അങ്ങനെ അമ്മ എന്നെ വളരെയധികം സഹായിച്ചു. ഞാൻ കാരുണ്യപ്രവൃത്തികൾ എന്നും ചെയ്തിട്ടുണ്ട്, എന്നോട് ആര് സഹായം ചോദിച്ചാലും ഞാൻ സഹായിക്കും. ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒരു 300 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള പൈസ കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞത് നിനക്ക് എത്ര ശമ്പളം എത്ര ഇതൊന്നും എനിക്കറിയണ്ട, പക്ഷേ എല്ലാ വർഷവും നീ കണക്ക് കൂട്ടി ദശാംശം എന്നെ ഏൽപ്പിക്കണം, അതെനിക്ക് നിർബന്ധമാണ്. അവൻ എല്ലാ വർഷവും കണക്ക് കൂട്ടി പറയും ഡാഡി ഇത്ര രൂപയുണ്ട് ദശാംശം. അപ്പം ഞാനും എൻ്റെ ഭാര്യയും അവനും കൂടി ഇരുന്ന് തീരുമാനിക്കുക എങ്ങോട്ടൊക്കെയാണ് ഈ കാശ് കൊടുക്കേണ്ടത്. അത് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആര് സഹായത്തിന് വന്നാലും ഞാൻ സഹായിക്കും. അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ജീവിതത്തിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഒരു സാധനമേ ഉള്ളൂ, അതാണ് പൈസ. എനിക്ക് പൈസ ചിലവാക്കാനുള്ള സാധ്യത ആർക്ക് വേണ്ടിയും, എൻ്റെ കയ്യിലുള്ള പൈസ ആർക്ക് വേണ്ടിയും ചിലവാക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല. എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതാണ് എൻ്റെ സാക്ഷ്യം. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ എനിക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ രോഗശാന്തിയെക്കുറിച്ച് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ വലത് കൈയുടെ വിരലുകളെല്ലാം മരവിച്ച അവസ്ഥയിലായിരുന്നു. എനിക്കൊരു ഫ്ലാസ്ക് തുറക്കാനോ, എനിക്ക് പശുവുണ്ട്, പശുവിനെ കറക്കാനോ പറ്റാത്ത അവസ്ഥയായി മാറി. അപ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ തൈലം ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 30 ദിവസം കൊണ്ട് അമ്മേ നീ ഇത് മാറ്റി തരണമേ, ഞാൻ അമ്മയ്ക്ക് സാക്ഷ്യം പറയുന്നതായിരിക്കും.
കാരണം എനിക്ക് പശുവിനെ കറക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിരുന്നു. അതുപോലെ ഒരു ഫ്ലാസ്ക് തുറക്കാൻ പറ്റാത്തതും. അങ്ങനെ പ്രാർത്ഥിച്ച് 30 ദിവസത്തിനുള്ളിൽ 26ാമത്തെ ദിവസം തന്നെ എൻ്റെ കൈയുടെ മരവിപ്പ് വിട്ടുമാറി. ഇപ്പോൾ ഏകദേശം 1 കൊല്ലത്തോളമായി അത് മാറി. ഈ പശുവിനെ കറക്കാനോ പുല്ലുവെട്ടാനോ അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ആയുർവേദത്തിൽ ഇതിനെ സ്തംഭം എന്ന് പറയുന്ന ഒരു തരം വാതരോഗമാണ്. അത് മാറ്റിത്തന്നു. പിന്നെ അനേകം വർഷങ്ങളായിട്ടുള്ള മലബന്ധത്തിൽ നിന്നും മാതാവ് എന്നെ അതിൽ നിന്നും വിടുവിച്ചു. വളരെ നാളുകളായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമിയുടെ തരം മാറ്റൽ അത്ഭുതകരമായ വിധം മാതാവ് ഇടപെട്ട് ഒരു ദിവസം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഭൂമി തരം മാറ്റാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മാതാവ് അതിൽ ഇടപെടുന്നു, അത് നടത്തി തരുന്നു. അങ്ങനെ ആ ഭൂമി തരം മാറ്റൽ കാര്യം അങ്ങനെ നടന്നു കിട്ടി. അങ്ങനെ നിരവധിയായ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ മാതാവ് ഈ കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ എനിക്ക് ലഭിക്കാനിടയായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ 11 ഭാഷയിൽ മാതാവിൻ്റെ പത്രം, കൃപാസനം പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഇന്ത്യൻ ഭാഷകളിലും 4 ഫോറിൻ ഭാഷകളിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്, 150ഓളം പേർ രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉച്ചഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ശുശ്രൂഷയിൽ ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ട് അത് പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾ അർഹിക്കുന്ന ദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി 1 മാസത്തേക്ക് ആവശ്യമുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങിച്ച് അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ആശുപത്രിയിൽ രോഗികളെ കണ്ട് അവർക്ക് മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവരാണെങ്കിൽ അത് ഞങ്ങളുടെ കൂട്ടായ്മയിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എടുക്കും, അല്ലാത്തത് കൂട്ടായ്മയിൽ പറഞ്ഞ് അവരിൽ നിന്ന് സംഘടിപ്പിച്ച് അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു. അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് ഞങ്ങൾ കൂട്ടായ്മയായിട്ട് സന്ദർശിച്ച് അവർക്ക് അവരെ അവിടെ കഴുകി കൊടുക്കുന്നു, നഖം വെട്ടി കൊടുക്കുന്നു, മുടിവെട്ട്, ബാത്റൂം കഴുകി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരുന്നു. ഇവിടെ അളിയൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് പോയിട്ടുള്ളൂ. 11-ാം തീയതി ഇവിടുന്ന് പോയുള്ളൂ. അളിയൻ പിറ്റേ ദിവസം അഡ്മിറ്റായി. അപ്പോൾ അതിന് ചുറ്റും ബാംഗ്ലൂർ 5-6 ഭാഷ സംസാരിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ്. ഞങ്ങളിവിടുന്ന് 6 ഭാഷയിലുള്ള കൃപാസനം പത്രം കൊണ്ടുപോയിരുന്നു. അളിയനകത്തോടെ കിടക്കുന്നു. ഞാൻ പുറത്ത് നടന്ന് വിവിധ ഭാഷകളിൽ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് പത്രം കൊടുക്കുന്ന അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാ മാസത്തിൽ 3-4 പ്രാവശ്യം വയനാട് ഉന്നതിയിൽ നിന്നും അക്രൈസ്തവരുടെ ഇടയിൽ പ്രവർത്തിച്ച് 30-40 പേരോളത്തോളം കുറയാതെ എല്ലാ മാസവും അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ കുറേ ഉടമ്പടി പുതുക്കാനുള്ളവർ വരാറുണ്ട്. പക്ഷേ അവർ പലരും പറയുന്നത് ഞങ്ങൾ 2 വർഷം 3 വർഷമൊക്കെമായി, പക്ഷേ ഞങ്ങളുടെ നിയോഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ മാതാവ് ആഗ്രഹിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ ചെയ്യാൻ അവർക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഈ ഉടമ്പടി എടുത്തവരെ ആഴപ്പെടുത്താനായിട്ട് മാതാവ് ഞങ്ങളെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് വലിയ വലിയ അനുഭവങ്ങളുണ്ടായി. അവരൊക്കെ പലരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം സോറിയാസിസ് മാറിയ ഒരു ആദിവാസി ഉന്നതിയിൽ നിന്നും പ്രേമ എന്ന് പറഞ്ഞ സഹോദരി 8 ദിവസത്തിനുള്ളിൽ അവരുടെ സോറിയാസിസ് മാറിയതായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇവിടെ വന്നിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 52-53 തിരുവചനങ്ങൾ. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞ ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബവും മുഴുവനും വിശ്വസിച്ചു. മാർട്ടിൻ, ജോസഫ് എന്നീ 2 അളിയന്മാരാണ് അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായി വന്നിരിക്കുന്നത്. നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്നത് എത്ര സുന്ദരം. അതിനെ ഉപമിക്കുന്നത് അഹറോൻ്റെ താടിയിൽ നിന്ന് താഴേക്ക് വീഴുന്ന, അങ്കിയിലേക്ക് വീഴുന്ന സുഗന്ധ തൈലം പോലെയാണെന്ന് ആ ഉപമ നൽകുന്നുണ്ട്. ഇവിടെ സഹോദരങ്ങൾ പരസ്പരം മത്സരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്.
അളിയനായ ജോസഫിന് വേണ്ടി മാർട്ടിൻ ഉടമ്പടി എടുക്കുകയും അതേ തുടർന്ന് ജോസഫ് തന്നെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഉടൻ പരിഹാരം എന്ന വലിയ ബ്ലഡ് ക്യാൻസർ സൗഖ്യപ്പെട്ടതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ എല്ലാം ഉടമ്പടി അല്ലെങ്കിൽ നിയോഗങ്ങൾ ലാഗ് ചെയ്യുന്നതെന്ന്. അതിനൊക്കെയുള്ളൊരു ഉത്തരമാണ് ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് ഇവർ ഏറ്റുപറയുന്നത്. ഈശോ പറയുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ഒരു ജീവിതക്രമത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്, ഒരു മേഖലയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്, നാം ഇന്ന് നിൽക്കുന്നത്. കാരണം ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രമാത്രം ഉണ്ടെന്ന് മാർട്ടിൻ എന്ന സഹോദരൻ ഇവിടെ ഏറ്റുപറയുകയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് സാർ പറയുന്നത്, ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചിട്ടുണ്ട്, അവരുടെ കൃത്യമായ 1 വർഷത്തെ ശമ്പളത്തിൻ്റെ ദശാംശം നീ ദൈവത്തിന് കൊടുത്തിരിക്കണം. ഈശോ പറയുന്നത് പോലെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സർക്കാരിനുള്ളത് സർക്കാരിനും കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മകനെ പഠിപ്പിച്ചതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ അദ്ദേഹം കൃത്യമായി തൻ്റെ ജീവിത രീതികളെ, ആ ക്രിസ്തീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിൻ്റെയും ഈശോയോടുള്ള സ്നേഹം ആഴപ്പെടുത്തിയതിൻ്റെയും ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഡിപ്പോസിറ്റഡ് ആയതുകൊണ്ട് ഈശോയ്ക്ക് ഇവർക്ക് അനുഗ്രഹം നൽകാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് ദൈവം ചിലർക്ക് പെട്ടെന്ന് അനുഗ്രഹം നൽകുന്നു, ചിലത് ലാഗാകുന്നു എന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എത്ര തന്നെ വലിയ അസുഖങ്ങളായിരുന്നാലും, ബഹുമാനപ്പെട്ട ജോസഫ് സാറിന് ഉണ്ടായത് ടൈഫോയിഡ് ടൈപ്പ് 3 ആയിരുന്നു. അതിൽ നിന്ന് ബ്ലഡ് ക്യാൻസർ ആണെന്നുള്ള ഡയഗ്നോസ് വന്നപ്പോഴും അതൊന്നും പതറാതെ ഒട്ടും തന്നെ എൻ്റെ ജീവിതം എല്ലാവരും അദ്ദേഹത്തെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരു നല്ല മരണത്തിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് വെറും 4 ദിവസത്തെ ഗ്യാപ്പിൽ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങളെല്ലാം ജീവൻ മരണ പോരാട്ടത്തിലുള്ള വലിയ സാക്ഷ്യങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നത്. ഒരു സഹോദരൻ്റെ കാല് കൂട്ടിക്കെട്ടിയ ഒരു സാക്ഷ്യം നാം ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുപോലെ കണ്ണ് പഞ്ഞി വെച്ചടച്ചു മരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്ത സാക്ഷ്യങ്ങൾ നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. മാർട്ടിനും ജോസഫിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.